ഒരു കൂട്ടം യാത്രക്കാർ പ്ലെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് പ്ലെയിനിന് തീ പിടിച്ച ശേഷം അത് കടലിലേക്ക് പതിക്കുന്നത്. അങ്ങനെ ആ വിമാനത്തിനകത്ത് കുടുങ്ങിപ്പോയ കുറച്ച് പേരാണെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും വിമാനത്തിൽ ചുറ്റും സ്രാവുകളും കൂടെ വന്നു ഉഴുതും. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക, അവിടെ നിന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2024 റിലീസ് ചെയ്ത നോ വേ അപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. സിനിമ കാണുമ്പോൾ നമ്മളെ കാണിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ വെള്ളത്തിലോട്ട് വീഴുന്നായിരുന്നു. പെട്ടെന്നാണ് സ്വപ്നത്തിന് ബ്രാൻഡൻ എഴുന്നേക്കുന്നത്. അവനാണെങ്കിൽ ഗവർണറുടെ ഡോക്ടറായിട്ടുള്ള ആവയുടെ സെക്യൂരിറ്റിയുടെ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആവയാണെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള ജെഡിൻ്റെയും കൈലിയുടെ കൂടെ ട്രിപ്പിന് പോകാൻ തുടങ്ങുമായിരുന്നു. ജെഡിനും കൈലിയുമാണെങ്കിൽ കൂടെ ബ്രാൻഡൻ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഒരു കംഫർട്ട് അല്ലാത്ത പോലെ പറയും. അന്നേരമാണ് ആവ പറയുന്നത് അവളുടെ അച്ഛനാണെങ്കിൽ ബോഡി ഗാർഡ് ഇല്ലാതെ വിടത്തില്ലെന്ന്. അങ്ങനെ അവർ യാത്ര തുടരും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കുമാണ് ഫ്ലൈറ്റിന് ചെറിയ അനക്കം വരുന്നത്. അന്നേരമാണ് ഫ്ലൈറ്റ് അറ്റൻഡർ ആയിട്ടുള്ള ഡനീലോ എന്ന് പറയുന്നത് അവരൊരു പക്ഷിനെ തട്ടിയത്, അതുകൊണ്ട് ആരും പേടിക്കണത്. പക്ഷേ അനക്കമാണെങ്കിൽ നിൽക്കുന്നില്ലായിരുന്നു, വീണ്ടും അനങ്ങിക്കൊണ്ടിരിക്കും. അന്നേരമാണ് ഇവർ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഞ്ചിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാൻ വേണ്ടി പറയും. പക്ഷേ കുലുഫാണെങ്കിൽ പോകുന്നില്ലായിരുന്നു. മോളിൽ ഇരിക്കുന്ന ബാഗെല്ലാം ഓരോരുത്തരോ തലയിലായിട്ട് വീഴാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്നാണ് എഞ്ചിൻ്റെ ഒരു ഭാഗം വന്ന് വിമാനത്തിലേക്ക് ഇടിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇളകി പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടുള്ള എയർ പ്രഷർ കാരണം ഓരോരുത്തവരായിട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങും. അതിൻ്റെ ഇടയിൽ എയർ ഹോസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരുത്തനെ സഹായിക്കാൻ നോക്കുമ്പോഴത്തേക്കിനും അവർ രണ്ടുപേരും കൂടെ വെളിയിലേക്ക് തെറിച്ചു പോകും. പിന്നീട് വിമാനമാണെങ്കിൽ നേരെ കടലിലേക്ക് ചെന്ന് പതിക്കും. ആ ആഘാതത്തിലാണെങ്കിൽ സീറ്റുകളെല്ലാം മുന്നോട്ട് വന്ന് അതിൻ്റെ ഇടയിൽ ഞെരുങ്ങി കുറേ പേര് മരിക്കും. ഈ സമയത്ത് തന്നെ ബ്രണ്ടൻ്റെ ദേഹത്തേക്കാണെങ്കിൽ ഒരു ജിമ്പ് വർഷം കുത്തിക്കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈലിയുടെ ആണെങ്കിൽ കൈ ഒടിഞ്ഞ് എല്ല് വെളിയിലും വന്നിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് വേണം വിമാനമാണെങ്കിൽ പതിയെ താഴോട്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ജാമായിട്ട് നിൽക്കും. പിന്നീട് ആവ നോക്കുമ്പോഴത്തേക്കിനും അവളും അവളുടെ കൂട്ടുകാരും പിന്നെ ഫ്ലൈറ്റ് അറ്റൻഡർ ആയിട്ടുള്ള ഡനീലോയും മാത്രമേ ജീവനോടുണ്ടായിട്ടുള്ളൂ. പെട്ടെന്നാണ് ബ്രാൻഡൻ ആണെങ്കിൽ റോസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെയും അവളുടെ മുത്തച്ഛയായിട്ടുള്ള മാർട്ടിനെയും വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നത്. മാർട്ടി ആണെങ്കിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഇത് കാണുന്ന ഡനീലോ ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് കംപ്രഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവരാണെങ്കിൽ പതിയെ ബോധം തെളിഞ്ഞു വരും. ഉടനെയാണ് റോസയാണെങ്കിൽ അവളുടെ മുത്തച്ഛനെ പറ്റി ചോദിക്കുന്നത്. അന്നേരം ബ്രാൻഡൻ പറയും അവൻ മാത്രം സർവൈവ് ചെയ്തില്ലെന്ന്. ഇതേ സമയത്ത് ആ ഗ്രൂപ്പെല്ലാം പാനിക്കാൻ തുടങ്ങിയായിരുന്നു. അന്നേരമാണ് ബ്രാൻഡൻ ആണെങ്കിൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്. അവൻ എല്ലാവരോടും പറയും വിമാനം ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ട് ഇവരെല്ലാം തൽക്കാലം സേഫാണെന്നും അതുപോലെ തന്നെ എല്ലാവരും റെസ്ക്യൂവേഴ്സ് വരുന്നിടം വരെ കാമായിട്ട് തന്നെ ഇരിക്കണമെന്ന് പറയും. ഇതേ സമയത്താണ് ഏവയാണെങ്കിൽ അവളുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുന്നത്. പക്ഷേ കടലിൻ്റെ അടിയിലായതുകൊണ്ട് റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. അതേസമയത്ത് തന്നെ അവളാണെങ്കിൽ വിമാനത്തിൻ്റെ അവിടെ ഒരു ഹോൾ കണ്ടിട്ട് പറയും അതുവഴി ഇറങ്ങി രക്ഷപ്പെട്ടാലോ എന്ന് ചോദിക്കും. അന്നേരമാണ് ബ്രാൻഡൻ പറയുന്നത് രക്ഷപ്പെടാൻ നോക്കിയിട്ട് സർവൈവ് ചെയ്യുന്ന ഉറപ്പില്ലെന്ന്. ഉടനെ തന്നെ ഡനീറ്റ പറയും വിമാനം മുങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പൈലറ്റ് ആണെങ്കിൽ എമർജൻസി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് റെസ്ക്യൂ ടീം ഏതായാലും വരുമെന്ന്. അത് കഴിഞ്ഞ് ബ്രാൻഡൻ ആണെങ്കിൽ എമർജൻസിക്ക് വേണ്ടി ഓക്സിജൻ ടാങ്ക് ഉണ്ടോ ചോദിക്കുമ്പോഴത്തേക്കിനും ഡനീറ്റ പറയും പ്ലെയിൻ്റെ ആണെങ്കിൽ ആകെ 2 ടാങ്കാണ് ഉള്ളതെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ പോയി ആ ടാങ്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. അന്നേരമാണ് മാർട്ടി ഓർക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പാസഞ്ചറിന് മെഡിക്കൽ ഓക്സിജൻ ടാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രാൻഡനാണെങ്കിൽ അത് നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനാണ് മാർട്ടി പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ തൊപ്പിയും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വരണമെന്ന്. ബ്രാൻഡൻ പിന്നീട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നീതിയാണെങ്കിൽ ആ പാസഞ്ചറിനെ കണ്ടുപിടിച്ച് അവിടെ ഓക്സിജൻ ടാങ്ക് എടുക്കും. അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിൻ്റെ തൊപ്പി എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അവൻ്റെ പുറകെ ഒരു സാധനം ഫോളോ ചെയ്യുന്ന അവൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പിന്നീട് അവൻ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് ആ ഇടയ്ക്കത്തെ ഹോളിൽ കൂടെ ഒരു ഷാർക്ക് അവനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. കൊമ്മളകൾക്ക് പൊങ്ങി വരുന്ന കാണുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ അവൻ എന്തെങ്കിലും പറ്റിയെന്നിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ബ്രാൻഡൻ പെട്ടെന്ന് പൊങ്ങി വരുന്നതും ആ ഓക്സിജൻ ടാങ്ക് തൊപ്പി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവനെ ഷാർക്ക് വന്ന് അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നതും. പിന്നീട് ഇവരാണെങ്കിൽ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി വെള്ളം കയറാത്ത എംപ്ലോയീസിൻ്റെ റൂമിലേക്ക് ചെല്ലും. അവിടെ വെച്ചാണ് മാർട്ടി ആണെങ്കിൽ കൈലിയുടെ കൈ ഒഴിഞ്ഞിരിക്കുന്നത് കാണുന്നത്. മാർട്ടി ആണെങ്കിൽ പാർട്ട് ടൈമിൽ ഒരു നേഴ്സായിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് മാഗസിനൊക്കെ വെച്ചിട്ട് കെട്ടിവെക്കും. ഇതേസമയം വെളിയിലാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ആ വെള്ളത്തിൽ വേണം പ്ലെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതേസമയത്ത് സർവൈവേഴ്സിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അവരെല്ലാം കൂടി ഒരു ശബ്ദം കേട്ടിട്ട് പേടിച്ചിരിക്കും. കാരണം വിമാനമാണെങ്കിൽ പതിയെ താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡനീലോ ആണെങ്കിൽ അവൻ കൊണ്ടുവന്ന് ഓക്സിജൻ ടാങ്ക് ആണെങ്കിൽ പതിയെ ഓപ്പൺ ചെയ്യും എല്ലാവർക്കും ശ്വാസം കിട്ടാൻ വേണ്ടി. ഇതേസമയത്താണ് ഇവർ ശ്രദ്ധിക്കുന്നത് ആ വെള്ളമാണെങ്കിൽ ചുമല കളറായിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഇവർക്ക് പിടികിട്ടും അവിടെ കിടക്കുന്ന ബോഡികളെല്ലാം തിന്നാൻ വേണ്ടി ഷാർക്ക് വന്നിട്ടുള്ളത്. പെട്ടെന്നാണ് ഒരു ഷാർക്കാണെങ്കിൽ ആ വിമാനത്തിൻ്റെ ഗ്ലാസ്സിൽ അവിടെ വന്ന് മുട്ടുന്നത്. അങ്ങനെ പതിയെ വിമാനമാണെങ്കിൽ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് റോസയാണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കും. അന്നേരമാണ് ആയുവാണ് ആശ്വസിപ്പിക്കുന്നത് ഒന്നും പേടിക്കേണ്ട, ഉടനെ തന്നെ റെസ്ക്യൂവേഴ്സ് വന്നോളൂ എന്ന്. പെട്ടെന്നാണ് വീണ്ടും വിമാനത്തിന് അനക്കം വരുന്നതും മെറ്റലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നതും. ഇവരെ നോക്കുമ്പോഴത്തേക്കും തൊട്ടുമുള്ള ചെറിയ ഹോളുകൾ വീണിട്ട് അവിടെ നിന്ന് വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ വിമാനമാണെങ്കിൽ വീണ്ടും മൂവ് ചെയ്യും. ഇവരാണെങ്കിൽ കണ്ണടച്ച് പിടിച്ച് നിൽക്കും. പക്ഷേ ഇവരുടെ ഭാഗം കൊണ്ട് ആ വിമാനമാണെങ്കിൽ വീണ്ടും പോയി സ്റ്റക്കായി നിൽക്കും. പക്ഷേ ഇപ്പം വിമാനം നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെള്ളമാണെങ്കിൽ പെട്ടെന്ന് കയറി വരുന്ന ടൈപ്പായിരുന്നു. പിന്നീട് ഇവരെല്ലാം കൂടെ തീരുമാനിക്കും വെളിയിലേക്ക് നീന്തി പോകാതെ വരെ വഴിയില്ലല്ലോ. പക്ഷേ വെളിയിലാണെങ്കിൽ ഷാർക്ക് ഉണ്ടായിരുന്നു. അന്നേരമാണ് റോസ് പറയുന്നത് അവൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഷാർക്കിൻ്റെ ബബിൾസ് ഇഷ്ടമല്ലെന്നും അത് കണ്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുന്നു. പക്ഷേ എന്നാൽ പോലും വേറെ പ്രശ്നം തീരത്തില്ലായിരുന്നു. കാരണം അത്ര നേരം ശ്വാസം പിടിച്ച് നിൽക്കണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടറൈസ് എന്തെങ്കിലും വേണമായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിലാണെങ്കിൽ ഓക്സിജനും ഇല്ലായിരുന്നു. അന്നേരമാണ് കയ്യിൽ പെട്ടെന്ന് ഓർക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ വന്ന ചില പാസഞ്ചേഴ്സ് ആണെങ്കിൽ സ്കൂബ എക്യുപ്മെൻറ്റുമായിട്ടായിരുന്നു വന്നതെന്ന്. അന്നേരമാണ് ഡനീല് പറയുന്ന ആ എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇവരുടെ ഒറ്റ ഓക്സിജൻ സിലിണ്ടർ അല്ലേ ഉള്ളതെന്ന്. അന്നേരം ഇവ പറയും എന്നാൽ പോലും എക്യുപ്മെൻറ്റ്സ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ജെഡാണെങ്കിൽ ഇതിന് സമ്മതിക്കാതിരിക്കും. കാരണം അവൻ ആ വെള്ളത്തിലേക്ക് തിരിച്ചിറങ്ങി പോകാൻ പേടി തന്നെയായിരുന്നു. അങ്ങനെ ഒരു വഴി ഇല്ലാതിരിക്കുമ്പോഴത്തേക്കുമാണ് ഏവയാണെങ്കിൽ ഒരു വിഷമം വന്നിട്ട് ബാത്റൂമിലേക്ക് പോയി കരയുന്നത്. ഇതേ സമയത്ത് വെളിയിലെ ഹെലികോപ്റ്ററിനാണെങ്കിൽ 50 മിനിറ്റും കൂടെ ആ ഫ്യൂവൽ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരമാണ് കറക്റ്റ് ഒരു പ്ലെയിൻ്റെ പാർട്ട് കാണുന്നതും 2 ഡൈവേഴ്സ് ആ വെള്ളത്തിലോട്ട് ചാടുന്നതും.
അവർ പെട്ടെന്ന് തന്നെ പ്ലെയിനാണ് കണ്ടെത്തും. ഒരു ഡൈവറാണെങ്കിൽ പ്ലെയിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ഹോളിൻ്റെ ഡയറക്ഷനിൽ പോകുമ്പോഴത്തേക്കും മറ്റൊരു ഡൈവറാണെങ്കിൽ വിൻഡോയിൽ വന്ന് ഈ സർവൈവേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവരാണെങ്കിൽ അവൻ്റെ തൊട്ട് പുറകെ ഷാർക്ക് വരുന്ന കണ്ടിട്ട് ആംഗ്യം കാണിച്ച് അവരെ അറിയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവനാണെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഷാർക്കിനെ കാണത്തില്ല. അത് കഴിഞ്ഞ് അവൻ വീണ്ടും ഇവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഷാർക്ക് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകും. പിന്നീട് ഇവർ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജനലിൽ കൂടെ അവൻ്റെ കാല് മാത്രം ഒഴിഞ്ഞ് നടക്കുന്നത് കാണും. അവരാണെങ്കിൽ ആ രണ്ടാമത്തെ ഡൈവറാണെങ്കിൽ പൊങ്ങി വരുന്നതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും. കുറേ സമയം കഴിഞ്ഞ് വരാതിരിക്കുമ്പോഴത്തേക്കും അവർക്ക് പിടികിട്ടും അവനെ ഷാർക്ക് പിടിച്ചത്. ഇതേ സമയത്ത് ഹെലികോപ്റ്ററിലാണെങ്കിൽ ഫ്യൂവൽ തീരാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരാണെങ്കിൽ തിരിച്ചു പോവുകയും ബാക്കപ്പിനെ വിളിച്ച് പറയുകയും ചെയ്യും. പിന്നീടാണ് പറയുന്നത് ആ ഡൈവർ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ ഓക്സിജൻ ടാങ്ക് എടുക്കാമെന്ന് പറഞ്ഞ് പതിയെ മുങ്ങാൻ നേരത്താണെങ്കിൽ ഒന്നും കാണത്തില്ലായിരുന്നു, നിവിൽ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് ജെഡാണെങ്കിൽ സൈഡിലെ സീറ്റ് ചവിട്ടിന്ന് ഡൈവറെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുന്നത്. അത് കഴിഞ്ഞവൻ ഞാൻ പൊങ്ങി വരെങ്കിലും ഒരു ഷാർക്കാണെങ്കിൽ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകും. ഇവരാണെങ്കിൽ ഒരു വിധത്തിൽ ജെഡിനെ വലിച്ചു കയറ്റും. പക്ഷേ അവൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരാണെങ്കിൽ സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് അവൻ്റെ ബ്ലീഡിങ് തടുത്ത് നിർത്തും. പിന്നീട് ഏവയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ സ്ക്യൂബ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കും. ആ ഡെനിലാണെങ്കിൽ അതിന് വേണ്ടി ആറ തുറന്നു കൊടുക്കും. പക്ഷേ അന്നേരമാണെങ്കിൽ അതിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമായിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഒരു ഫ്ലെയറും വെച്ച് അതിൻ്റെ അകത്തോടെ നീന്തിപ്പോയിക്കൊണ്ടിരിക്കും. എന്തോ ഒരു സംഭവം ഇവളെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ ആ സ്ക്യൂബ എക്യുപ്മെൻറ്റ്സ് എല്ലാം കണ്ടുപിടിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളെ ഒരു നീരാളി വന്ന് ആക്രമിക്കുന്നത്. അങ്ങനെ ഇവളുടെ കയ്യിലിരിക്കുന്ന ഫ്ലെയർ ആണെങ്കിൽ അണഞ്ഞു പോകും. വെളിയിൽ നിൽക്കുന്നവരെല്ലാം പേടിച്ചിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഇവളാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരുന്നത്. കയ്യിലാണെങ്കിൽ ആ സ്ക്യൂബ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവൾ എന്നെ നോക്കുമ്പോഴത്തേക്കിന് 4 ഉണ്ടായിരുന്നുള്ളൂ. ഇവരാണെങ്കിൽ 5 പേരും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ ജനലെല്ലാവരും തട്ടുന്ന കാണുന്നത്. ഇവരേതെങ്കിലും ഡൈവേഴ്സ് ആണെന്നോട് നോക്കുമ്പോഴത്തേക്കും ആരുമല്ലായിരുന്നു. അങ്ങനെ അത് ഷാർക്കാന്ന് പിടികിട്ടും. അത് കഴിഞ്ഞ് ഇവൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ജെഡാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. വിഷമിച്ച് ഇവളാണെങ്കിൽ അവന് ചെസ്റ്റ് കംപ്രഷൻ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരമാണ് മാർഡി വന്ന് അവളെ മാറ്റിയിട്ട് പറയുന്നത് ട്രൂത്ത് മനസ്സിലാക്കുക, അവൻ മരിച്ചെന്ന്. പെട്ടെന്ന് തന്നെ വിമാനമാണെങ്കിൽ വീണ്ടും ഒന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ ഇവർക്ക് പിടികിട്ട് ഇനി ഒട്ടും സമയമില്ല, ഉടനെ തന്നെ രക്ഷപ്പെടണമെന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ അവിടെ നിന്നിട്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് വെക്കും. അന്നേരമാണ് കൈലിയാണെങ്കിൽ അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നത്. കാരണം അവൻ പറയും അവന് ചെറുപ്പത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് കാരണം നീന്താൻ പേടിയാണ്, അതുകൊണ്ട് അവന് സർവൈവ് ചെയ്യുന്നൊരു ഉറപ്പില്ലെന്നും. പക്ഷേ ഏപ്പയും ബാക്കിയുള്ളവരും അവന് മോട്ടിവേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവനും ഡ്രസ്സ് മാറും. പതിയെ ജെഡിനോട് യാത്ര പറഞ്ഞ ശേഷം അവരെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനാണ് വിമാനത്തിൻ്റെ മുൻഭാഗം ഒടിഞ്ഞ് താഴോട്ട് പോകുന്നത്. അങ്ങനെ ഇവർക്ക് പിടികിട്ട് ഉടനെ തന്നെ വെള്ളവും കയറും. അതുപോലെ തന്നെ പെട്ടെന്ന് വിമാനം മുങ്ങുമെന്ന്. മാർഡി ആണെങ്കിൽ ഏവയോട് പറയാൻ റോസനെയും കൊണ്ട് ആദ്യം തന്നെ പോകാൻ. അവർ പതി പോകുമ്പോഴത്തേക്കിനാണ് ഷാർക്ക് വന്ന് ബ്ലോക്ക് ആക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവരാണെങ്കിൽ ഒരു ഓക്സിജൻ മാസ്ക് പൊട്ടിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ കൊമ്മള കണ്ടിട്ട് ഷാർക്ക് പേടിച്ചു പോകും. തൊട്ട് പുറകനെ കൈലിയും ഡനീലിയും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകും. മാർഡിയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ ആ പ്രായം വെച്ച് ഉറപ്പായിരുന്നു അത്രയും സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് അവളാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവിടെ തന്നെ അങ്ങിരിക്കും. ഇതേ സമയത്ത് പകുതി വരെ നീന്തി ചെന്ന കൈലിയാണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് പാനിക് ആയിട്ട് മുകളിലേക്ക് പൊങ്ങി വന്ന ശേഷം ശ്വാസമൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും നീന്തി ചെല്ലാൻ നോക്കുമ്പോഴത്തേക്കിന് ഷാർക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്തങ്ങ് കൊല്ലും. പേടിച്ചു പോയ ഡനീലോ ആണെങ്കിൽ പെട്ടെന്ന് റോസയുടെ ഏവയുടെ അടുത്തോട്ട് ചെല്ലും. അന്നേരമാണ് അവിടെ മരിച്ചു കിടക്കുന്ന ഒരു ഡൈവറിനെ കാണുന്നത്. അവൻ്റെ ഓക്സിജൻ സിലിണ്ടർ ഇവർ ഊരിയടച്ച ശേഷം തൽക്കാലം അതിൽ നിന്ന് ശ്വാസം വലിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് ഏവയാണെങ്കിൽ റോസനെയും ഡനീലിയോനെയും അവിടെയുള്ള ഒരു ബോളിൽ കൂടെ കയറ്റി വിടും. എന്നിട്ട് ആ ടാങ്കും അങ്ങ് കൊടുത്ത് വിടും. രണ്ടാമത് ഇവളാണെങ്കിൽ അതുവഴി ഇറങ്ങാൻ നേരത്താണ് ഷാർക്ക് വന്ന് അവളെ ബ്ലോക്ക് ചെയ്യുന്നത്. അവളാണെങ്കിൽ ആ ഷാർക്ക് പോകുന്നിടം വരെ അനങ്ങാതെ അവിടെ നിൽക്കും. പക്ഷേ ഷാർക്കിൻ്റെ മാല അവളുടെ മുഖത്ത് കൊണ്ടിട്ട് ആ ഓക്സിജൻ വലിച്ചുകൊണ്ടിട്ട് മാസ്ക് അങ്ങ് പോകും. പിന്നീട് ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് ഒരുപാട് ഷാർക്കുകൾ ആ പോൾ വഴി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ ഈ വിമാനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അന്നേരമാണ് ആ വിമാനം താഴോട്ട് വീഴുന്നത്. വാട്ടറിൻ്റെ പ്രഷർ കൊണ്ട് അവൾക്കാണെങ്കിൽ മുകളിലേക്ക് നീന്താൻ പറ്റാതെ വരും. പക്ഷേ അവളാണ് സീറ്റുകൾ പിടിച്ച് ഒരുവിധം മുകളിലെത്തി നീന്തും. അങ്ങനെ ആ വിമാനം നിലത്ത് വീഴുന്ന തൊട്ട് മുമ്പാണ് ഇവളാണെങ്കിൽ അതിന് രക്ഷപ്പെടും. പിന്നീട് അവൾ മുകളിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് ശ്വാസം കിട്ടാതെ ബോധം മറയുന്നത്. പക്ഷേ അവളുടെ ബോഡിയാണെങ്കിൽ പതിയെ ഫ്ലോട്ട് ചെയ്ത് ഏറ്റവും മുകളിൽ വരും. പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു ഹെലികോപ്റ്റർ വന്നിട്ട് അവളെ രക്ഷിക്കും. അവൾ മുകളിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ഡനീലിയും റോസയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഉടനെ തന്നെ റോസയാണെങ്കിൽ ആവയോട് അവളുടെ മുത്തശ്ശിയെ പറ്റി ചോദിക്കും. അന്നേരമാണ് അവരും പോയെന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെ റോസ പുറകെ കരഞ്ഞ ശേഷം ഇവളുടെ മടിയിലിരുന്ന് ഉറങ്ങുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.